Which is the major interaction that stabilizes BDNA helix? BDNA ഹെലിക്സ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ കുറേയധികം കെമിക്കൽ ഇൻട്രാക്ഷൻസ് DNA സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇൻട്രാക്ഷൻസ് പരിശോധിച്ചാൽ ഒന്ന് കൊവാലന്റ് ബോണ്ടാണ്. കൊവാലന്റ് ബോണ്ട് വരുന്നത് ഒന്ന് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഒരു കൊവാലന്റ് ബോണ്ടാണ്. അത് ഷുഗറിലേക്ക് ബേസിനെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ബോണ്ടാണ്. ദെൻ ഒരു പോളി ന്യൂക്ലിയോറ്റൈഡ് ചെയിനിൽ ന്യൂക്ലിയോറ്റൈഡ്സിനെ ഹോൾഡ് ചെയ്യുന്ന ബോണ്ട് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ആണ്. അതും ഒരു കൊവാലന്റ് ഇൻട്രാക്ഷൻ ആണ്. ദെൻ ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA സ്ട്രക്ചർ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. മറ്റൊരു ഇൻട്രാക്ഷൻ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ആണ്. ആക്ച്വലി ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ആണ് ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA ഡബിൾ ഹെലിക്സ് ആക്കി മാറ്റുന്നത്. സോ ദ ക്വസ്റ്റ്യൻസ് ആൻസർ ഈസ് hydrophobic interaction is the major interaction that stabilizes BDNA helix.